നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ പോരാട്ടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന വാഗ്വാദമുയർത്തി ഇറാൻ രംഗത്തുണ്ട് എങ്കിൽ പോലും തിരിച്ചടിയുടെ യാതൊരു സൂചനകളും ഇതുവരെ വന്നിട്ടില്ല. ഇസ്രായേൽ ഇറാൻ പോരാട്ടം തുടങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ രൂക്ഷമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ ഇതാ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് സൈനിക അഭ്യാസ പ്രകടനം നടത്തിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ മാസം അവസാനത്തോടെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് ഊർജം പകരുന്നതാണ് ഈ ഒരു സൈനിക അഭ്യാസം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം 7:30 മുതൽ 8:30 വരെയായിരുന്നു കാസ്പിയൻ കടൽ തീരത്തെ ഇറാൻ പ്രവിശ്യയായ ഗിലാനിൽ അഭ്യാസം നടന്നത്. നാവികസേനയുടെ പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനാണ് സൈനികാഭ്യാസ പ്രകടനം ആസൂത്രണം ചെയ്തതെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതിന് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും ഇറാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇറാൻ പ്രതികരിക്കുന്നത് സംയമനം പാലിക്കണമെന്നും തിരിച്ചടി പാടില്ല എന്നും യൂറോപ്യൻ നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആ നിർദ്ദേശമൊക്കെ തള്ളിയാണ് ഇപ്പോഴത്തെ നീക്കം. തിങ്കളാഴ്ച ഇറാനോട് സമാധാന ആഹ്വാനം നടത്തിയത് സംയുക്തമായിട്ടായിരുന്നു. ജർമ്മൻ ചാൻസലർ ഒലഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവർ സംയുക്ത പ്രസ്താവനയിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സ്വീകരിച്ച നിലപാട് തങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹനിയെ വധിച്ചതിന് തിരിച്ചടി നൽകാനുള്ള അവകാശം അവർക്കുണ്ട് എന്നാണ്. ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും തടയാൻ ഇത് ആവശ്യമാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് പറയുകയുണ്ടായി. ജൂലൈയിലായിരുന്നു ഹനിയ കൊല്ലപ്പെട്ടത്. ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ടെഹ്റാനിൽ എത്തിയതായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് പിന്നാലെ ലെബനനിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുആദ് ഷുഗറും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സംഘർഷ സാധ്യത മുൻനിർത്തി മേഖലയിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചുകൊണ്ട് ഇസ്രായേലിന് വലിയൊരു പ്രതിരോധം ഒരുക്കാനുള്ള സഹായം നൽകുമെന്ന പരസ്യ പ്രസ്താവനയും കൂടി അമേരിക്ക നടത്തിയിരിക്കുന്നു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ തിരിച്ചടിയിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന നിലപാടും ഇറാൻ അറിയിച്ചതായി റിപ്പോർട്ടുകൾ. അതേസമയം ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് ടെൽ അവീവിലേക്കും പ്രാന്തപ്രദേശത്തേക്കും 2 M90 റോക്കറ്റുകൾ അയച്ചിരുന്നു. വലിയ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുകൂടാതെ ഖത്തറിൽ ഇന്ന് തുടങ്ങുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു. ഇതോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കം ഇറാൻ ശക്തിപ്പെടുത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വെടിനിർത്തലിന് ധാരണയായാൽ ഇസ്രായേലിനെ തൽക്കാലം ആക്രമിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. അതേസമയം ഹമാസുമായി പരോക്ഷ ചർച്ചകൾ നടത്താമെന്നാണ് US, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷ. ചർച്ചയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം പങ്കെടുക്കും. ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും ഉത്തരവിട്ടിരുന്നു. മിസൈലുകൾ അടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചെന്നാണ് വിവരം. ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമിച്ചേക്കും. ജൂണിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോടും ഹമാസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.